കോട്ടയത്ത് കന്യാസ്ത്രീ ആത്മഹത്യ ചെയ്ത നിലയിൽ കോട്ടയം പുതുവേലി കാഞ്ഞിരമല ആരാധനാ മഠത്തിലാണ് സംഭവം. കാഞ്ഞിരപ്പള്ളി സ്വദേശി ആൻമരിയാണ് ജീവനൊടുക്കിയത്. വിശദാംശങ്ങളുമായി സനോജ് ചേരുന്നു. സനോജ്, ഈ പറഞ്ഞ കാഞ്ഞിരമല ആരാധനാ മഠത്തിലെ കന്യാസ്ത്രീയാണോ അതോ അവിടേക്ക് പ്രാർത്ഥനയ്ക്ക് എത്തിയതാണ്? എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് കിട്ടുന്ന വിശദാംശങ്ങൾ, വിവരങ്ങൾ? കന്യാസ്ത്രീ ആ മഠത്തിലെ കന്യാസ്ത്രീ ആയിരുന്നില്ല. അവർ കാഞ്ഞിരപ്പള്ളി മറ്റൊരു മഠത്തിലെ കന്യാസ്ത്രീ ആയിരുന്നു. ഇവർ കഴിഞ്ഞ 8 ദിവസമായി ഈ കാഞ്ഞിരമല ആരാധനാ മഠത്തിൽ പ്രാർത്ഥനയ്ക്കായി എത്തിയതാണ്. അവർക്ക് മാനസികമായ ചില പ്രശ്നങ്ങളുണ്ട്, ഡിപ്രഷനായിരുന്നു എന്നുള്ളതാണ് ബന്ധുമിത്രാദികൾ പോലീസിന് നൽകിയിട്ടുള്ള മൊഴി. ഇന്ന് രാവിലെ കന്യാസ്ത്രീയെ കാണാതെ വന്നതിനെ തുടർന്നാണ് മുറിയിലെത്തി പരിശോധന നടത്തുമ്പോൾ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത്. കാരണം മുറിക്കുള്ളിൽ നിന്നും പൂട്ടിയ നിലയിലായിരുന്നു. പിന്നീട് ജനലിലൂടെ നോക്കുമ്പോഴാണ് ആത്മഹത്യ നിലയിൽ കണ്ടെത്തിയത്. ഉടൻ തന്നെ പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. നിലവിൽ മൃതദേഹം ഇപ്പോഴും മുറിക്കുള്ളിൽ തന്നെയാണ്. പോലീസ് ഫോറൻസിക് വിദഗ്ധർ സ്ഥലത്തെത്തിയതിനു ശേഷം മൃതദേഹം മുറിക്കുള്ളിലേക്ക് കടക്കാനാണ് പോലീസിന്റെ തീരുമാനം. കാരണം ഒരു കന്യാസ്ത്രീ ആയതുകൊണ്ട് തന്നെ ആ ഗൗരവത്തിൽ തന്നെയാണ് പോലീസ് ഈ വിഷയത്തെ നോക്കിക്കാണുന്നത്. ശരത്ത്, ഏത് പോലീസാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്? ഈ മഠത്തിൻ്റെയും മറ്റും ഭാഗത്തു നിന്ന് വരുന്ന വിശദീകരണം ഔദ്യോഗികമായി ഈ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട ഏതൊക്കെ തരത്തിലാണ്? രാമപുരം പോലീസിന്റെ അന്വേഷണ പരിധിയിലാണ് ഈ കേസ് ഉള്ളത്. ഈ മഠം നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ രാമപുരം പോലീസാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. നിലവിൽ ഈ മരണവിവരം അറിഞ്ഞ് കന്യാസ്ത്രീയുടെ സഹോദരൻ കാനും ഈ സംഭവ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ ഉണ്ട്. സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥരുമായി നമ്മൾ ബന്ധപ്പെടുമ്പോൾ അവർ പറയുന്നത് സഹോദരൻ നൽകിയ മൊഴി പ്രകാരം ഈ കന്യാസ്ത്രീക്ക് മാനസികമായ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. കഴിഞ്ഞ 8 ദിവസമായി പ്രാർത്ഥനയ്ക്കായി ഇവിടെ എത്തിയതാണ്. ഇവർ മറ്റൊരു മഠത്തിലായിരുന്നു എന്നുള്ളതാണ് നൽകുന്ന വിവരം. എന്തായാലും സംഭവം പോലീസ് ഗൗരവമായി തന്നെയാണ് നോക്കിക്കാണുന്നത്. ഒരു കന്യാസ്ത്രീ ആയതുകൊണ്ട് തന്നെ അതിന്റെ പഴുതുകൾ അടച്ചുകൊണ്ടുള്ള ഒരു നീക്കുപോക്കിന്റെ ഭാഗമായിട്ടാണ് നിലവിൽ ഫോറൻസിക് വിദഗ്ധർ സ്ഥലത്തെത്തിയതിനു ശേഷം മുറിക്കുള്ളിൽ കടന്ന് ബാക്കി മേൽ നടപടികൾ സ്വീകരിക്കാൻ വേണ്ടി രാമപുരം പോലീസ് കാത്തു നിൽക്കുന്നത്. ശരത്ത്, ശരി. സനോജാണ് വിശദാംശങ്ങൾ ഇപ്പോൾ നൽകിയത്. കന്യാസ്ത്രീയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട വിവരമാണ് ഇപ്പോൾ സനോജ് നൽകിയത്.